ജൂനിയർ വിഭാഗത്തിലെ ദേവനന്ദയാണ് ഇപ്പൊ നമ്മളിപ്പം ചേരുന്നത്. ദേവനന്ദ എങ്ങനെയാണ് സ്വന്തം ആരോഗ്യത്തെ പോലും മാറ്റി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ദേവനന്ദ ഈ ഒരു പ്രകടനത്തിന് വേണ്ടി നിൽക്കുന്നത്. എന്ത് തോന്നുന്നു ഈ വിഷയം? ഭയങ്കര സന്തോഷം. സ്വന്തം ആരോഗ്യം പോലും ഓപ്പറേഷൻ പോലും മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടി ഇറങ്ങാൻ അത്ര ആഗ്രഹമുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളും? 3 ആഴ്ച പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ലായിരുന്നു. വേദനയായിട്ട് കടുത്തത്തിലായിരുന്നു. അഡ്മിറ്റ് ആയിരുന്നു ഹോസ്പിറ്റലിലൊക്കെ. പിന്നെ ഹോസ്പിറ്റലിൽ ഇറങ്ങി പിന്നെ വർക്കൗട്ട് ചെയ്യുമ്പോൾ പിന്നെ വേദന, പിന്നെ ഹോസ്പിറ്റലിൽ, അങ്ങനെ ഹോസ്പിറ്റലിൽ മാത്രമായിട്ടായിരുന്നു. ഹോസ്പിറ്റലും ഗ്രൗണ്ട് ഹോസ്പിറ്റൽ അങ്ങനെ മാറി നിന്നുകൊണ്ടാണ് ദേവനന്ദ ഈ 12.45 സെക്കൻഡിൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത് എത്രമാത്രം നമ്മുടെ ശരീരത്തെ മാറ്റി വെച്ചുകൊണ്ടാണല്ലോ. അത് എങ്ങനെയാണ്? എനിക്കത് കുഴപ്പമില്ല. എനിക്ക് ഓടണം തോന്നി. ഇതൊന്നും പ്രശ്നമില്ലാന്ന് ഇത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ ഡോക്ടറോട് സർജറി. ഡോക്ടേഴ്സ് എന്താ പറയുക? ഡോക്ടർ പറഞ്ഞ സർജറി വേണമെന്ന്, പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. സർജറി വേണമെന്ന് തന്നെ ഡോക്ടേഴ്സ് സർജറി വേണമെന്ന് തന്നെ ഡോക്ടേഴ്സ് ഡോക്ടർ ആയിക്കോട്ടെ, ഓടിക്കഴിഞ്ഞിട്ട് നോക്കാം. 200 മീറ്ററിൽ കൂടി ദേവനന്ദ മത്സരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ആരോഗ്യം നോക്കിയിട്ട് മാത്രമേ അതനുസരിച്ച് തീരുമാനം എടുക്കൂ എന്നുള്ളതാണ് പറയുന്നത്. എന്താ പറയാ, സന്തോഷാണ്. പുല്ലിരാമ്പാറയുടെ തിരിച്ചറിവ്, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു 4 വർഷത്തിന് ശേഷം ഉള്ളൊരു മികച്ച പെർഫോമൻസ്, മികച്ച മെഡലാണ്. അപ്പൊ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു കോച്ച് സാറ് പോയതിനു ശേഷമുള്ള ഒരു മികച്ച മെഡലാണ്. അപ്പൊ ഞങ്ങള് ഇനിയുണ്ട് 2 സ്പ്രിന്റ് കാറ്റഗറിയിൽ പുല്ലിരാമ്പാറ 6 ഞങ്ങൾ 3 കാറ്റഗറി ഞങ്ങൾ പിടിക്കും തന്നെയാണ് ഞങ്ങൾ വിചാരം. 12.45 ഒരിക്കലും ഞങ്ങളത് 11+ ഞങ്ങൾ പ്രതീക്ഷ വന്ന ടൈം ഒരിക്കലും. കാരണം നമുക്ക് ഈ അപ്പൻഡിക്സ് അസുഖം വന്നതിന് ശേഷമാണ് കഴിഞ്ഞൊരു 1 മന്തായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടില്ല. ഹോസ്പിറ്റല് ട്രീറ്റ്മെന്റ്, ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു പോയതാണ് കഴിഞ്ഞതായിട്ട്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം നന്ദി. ഇത്രയും ഇത് വേറൊന്നും പറയില്ല. 12.45 എന്ന സ്കോർ ലൈനിലാണ് ദേവനന്ദ ജൂനിയർ വിഭാഗം 100 മീറ്റർ തികച്ചിരിക്കുന്നത്. ഹോസ്പിറ്റൽ വീട് എന്ന രീതിയിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് നിൽക്കുകയാണ്. ഇത് തിളക്കമാർന്ന വിജയമാണ്. സ്വന്തം ആരോഗ്യത്തെ പോലും നിലനിൽക്കുറിച്ചുള്ള വിജയമാണ്. ക്യാമറമാൻ അരുണിനൊപ്പം ഹരികൃഷ്ണൻ, ന്യൂസ് 8.